മനസ്സിലായല്ലോ. നമ്മുടെ ധനുക്കുട്ടി ഇങ്ങനെ അല്ല. അല്ല എം ജെ അങ്കിളിന് മനസ്സിലായോ? ചോദിച്ചോക്ക്. ധനുക്കുട്ടി അല്ലെങ്കിൽ പിന്നെ ഈ കുട്ടിയുടെ പേരെന്താ? അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ. അയ്യോ അങ്ങനെ പറയല്ലേ. ധനുക്കുട്ടിയാണോ? ആണോ? ചെവിയിലൊരു തൂവലും ഇവിടെ എന്താ തലയിലൊക്കെ ശംഖ് കൊറേ ശംഖ്. മുഖമാണോ നോക്കണ്ടേ? ഉടുപ്പൊക്കെ കണ്ടിട്ട് മനസ്സിലാവണില്ല. പക്ഷെ മുഖത്ത് നോക്കുമ്പോ എവിടെയോ നമ്മുടെ ധനുശ്രീകുട്ടിയുടെ ഒരു ഛായ ഉണ്ട്. എവിടെയോ ഒരു ഒരു ഷേപ്പ്. അനിയത്തിയായിരിക്കും അല്ലേ? ആണോ? എന്താ മാന്താൻ തുടങ്ങിയതാ. ഡാൻസ് ഉണ്ടോ? ഡാൻസ് ഉണ്ടെങ്കിൽ ഡാൻസ് കണ്ടിട്ട് വേണം തീരുമാനിക്കാം ധനുക്കുട്ടിയാണോ. ഡാൻസ് ഉണ്ടെങ്കിൽ ധനുക്കുട്ടിയായിരിക്കും. അപ്പൊ ധനുക്കുട്ടിയായിരിക്കും ഉറപ്പ്. അപ്പൊ തനിച്ചാണോ ഡാൻസ്? ആൾക്കാരുണ്ടോ? എത്ര ബസ്സിൽ വന്ന ആൾക്കാര്? 8 പേര് കൂടെ ഉണ്ടോ? അവരെവിടെ കിട്ടി? എല്ലാരും കിടിലൻ ഡാൻസേഴ്സ് ആയിരിക്കല്ലോ. അപ്പം എന്റെ അങ്കിളിന്റെ അടുത്ത് ഒരു കാര്യം പറയുന്നുണ്ട്. പറഞ്ഞോ. അങ്ങോട്ട് വന്നിട്ടേ പറയാൻ പറ്റത്തുള്ളൂ. പറഞ്ഞോ. ഒരു ചെറുത്. ഇത് ധനുക്കുട്ടി തന്നെടാ. ഇത് അടുത്തുനിന്ന് കാണുമ്പോ ശരിക്കും ധനുക്കുട്ടി. ഹാപ്പി ബർത്ത്ഡേക്ക് ഞാൻ എടുത്തു വെച്ചതാ. എടുത്തു വെച്ചിരുന്നാണോ? ഒരു ഉമ്മയാണ്. ഒരു ഉമ്മയായിരുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ തരാൻ ആണോ? തന്നത്. താങ്ക് യു കേട്ടോ. അശോ ചുന്ദരി. ഏത് പാട്ടാണ്? എല്ലാരും പോകും കുറിഞ്ചിമലയിലോ ഈനാരും പോകും. എഴുതിയതാരാ? പിന്നെ മ്യൂസിക് ബേണി ഇഗ്നേഷ്യസ് സാറ്. മിടുക്കി. സിനിമ യൂണിയൻ മാൻഡ്രേക്ക്. വർഷം ഏതാണ്? വർഷം 2026. 1997. അപ്പൊ പാടിക്കോ. മ്യൂസിക് പറഞ്ഞല്ലോ. ആരെ പാടിയെന്നാ പറയാത്തെ? പാടിയത് പറഞ്ഞില്ല. പറഞ്ഞോ. മാർക്കോസ് അങ്കിളും പിന്നെ ചിത്രമേ. അപ്പൊ മാർക്കോസ് അങ്കിളിനും നമുക്കൊരു നമസ്കാരം പറയാം. മാർക്കോസ് ചേട്ടാ, ടോപ്പ് സിംഗർ സീസൺ 6 വലിയൊരു നമസ്കാരം. അപ്പൊ നന്നായി പാടിക്കോ കേട്ടോ. അയച്ചു കൊടുക്കാട്ടാ. പാടിക്കോ. ഓക്കെ ധനുക്കുട്ടി, ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. കട്ടുറുമ്പേണിക്ക് കാല് രണ്ടും പൊക്കെ പൊക്കെ കണ്ണ് രണ്ടും ചിമ്മി ചിമ്മി മുട്ടനുറാക് ഈ മുട്ടനുറാക്. കുറിഞ്ചി മലയിലോ ഈനാരും പോകും കുറിഞ്ചി മലയിലോ
ധനക്കുട്ടി ഡാൻസ് കളിക്ക്. ഈ ധനക്കുട്ടിയുടെ ശബ്ദമേ ഇന്ന് ഇങ്ങനെയാണ് തോന്നിയത് കേട്ടോ. എല്ലാരും കുറഞ്ഞു മളഞ്ഞല്ലോ, ഇങ്ങനെയാണ് തോന്നിയത്. ശരിയല്ലേ? എന്താ അങ്ങനെ തോന്നി? കുറച്ചൊക്കെ അങ്ങനെയായിരുന്നു. എല്ലാരും പോകും അങ്ങനെ വന്ന് പാടിയ അങ്ങനെ ആയിരിക്കോ? അർത്ഥോ അടുത്ത് വന്ന് പാടിയ അങ്ങനെ ആയിരിക്കോ? അടുത്തുകൊണ്ടാ ഇവിടെ നിന്ന് പാടുന്നത്. പാടിയാ മതി. എല്ലാരും പോകും കുറിഞ്ചി മലയിലോ, തെങ്കാറ്റും പോകും. ഇപ്പൊ ശരിയായില്ലേ? ഇപ്പോഴാണ് കറക്റ്റ് ആയത്. ഇപ്പോഴാണ് ധനക്കുട്ടിയുടെ ശബ്ദം എനിക്ക് കേൾക്കാൻ പറ്റിയത് കേട്ടോ. നേരത്തെ എന്താ ധനക്കുട്ടി അല്ലാന്ന് പറഞ്ഞേ? ധനക്കുട്ടി എനിക്ക് വേറെ മനസ്സിലാവണ്ടേ? ഇത് ഇങ്ങനെയൊക്കെ വന്നിട്ട് നമുക്ക് ആർക്കും പിടി. ഞാൻ പറഞ്ഞു, ഞാൻ ധനക്കുട്ടിയാന്ന് പറഞ്ഞപ്പോ കേക്കാതെ അല്ല അല്ല ഇങ്ങനെയൊക്കെ പറഞ്ഞു. അല്ലെന്ന് വിചാരിച്ചു പാവം MJ uncle. അല്ലെന്ന് വിചാരിച്ചു. ഇപ്പൊ മനസ്സിലായി ധനക്കുട്ടിയാണെന്ന്. കൂടെ ഡാൻസ് മക്കളുണ്ടല്ലോ. ഹലോ, സൂപ്പർ ആയിരുന്നു കേട്ടോ. എല്ലാവരും പേര് പറയാമോ? ആദിത്യ. ആദിത്യ എത്ര പഠിക്കണേ ആദിത്യ കുട്ടി? 8th ല്. ഞാൻ മീനാക്ഷി 9th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. സെയിം ബെഞ്ച്. വേറൊരു മീനാക്ഷി. ആമി. ആമി നല്ല പേര്. 7th. 7th. ആഹാ. അഭിനയ 7th. 7th ല്. വെരി ഗുഡ്. എന്റെ പേര് സുരഭി, ഞാൻ +2 പഠിക്കുന്നു. +2. സീനിയർ ആണ്. അതെ. എന്റെ പേര് ജിൽഷ, ഞാൻ 6th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. ജിൽഷ. ജിൽഷ. എന്റെ പേര് കാനുപ്രിയ, ഞാൻ 6th ഗാനപ്രിയ. കാനുപ്രിയ. ഗാനപ്രിയ. പുതിയ പേരാണുള്ളത്. അത് വെറൈറ്റി ആണ്. വിചാരിച്ചേ. ഞാനും അങ്ങനെ വിചാരിച്ചു. കാനുപ്രിയ. ഓക്കെ, അടുത്ത ആള് അനാമിക. അനാമിക. ഏത് ക്ലാസ്സിലാ? സ്റ്റാൻഡേർഡിൽ. 6th ല്. കാനുപ്രിയ ചേച്ചിയുടെ അച്ഛൻ പോലീസാ. ആണോ? എല്ലാരും ഒന്ന് സൂക്ഷിക്കണം കേട്ടോ. സൂക്ഷിച്ചോ എല്ലാരും? പേടിയുണ്ടോ? പോലീസിന് പേടിയുണ്ടോ? എനിക്ക് ഒറ്റ ഒരു പേടിയില്ല. പേടിയില്ലേ? ഒറ്റൊരു വെടിയില്ല. ആരെയാ പേടി? കുറ്റം ചെയ്താലല്ലേ പിടിച്ചോണ്ട് പോകത്തൂല. ഞാൻ ഒരു കുറ്റവും ചെയ്യത്തില്ല. കുട്ടികളാ നമ്മുടെ തലശ്ശേരി. അതാ ഇപ്പൊ പാടിയപ്പോഴത്തേക്ക് ഉക്കറിനായിരുന്നു കേട്ടോ. താങ്ക് യു ചങ്കം ചങ്കളെ. ഒരു രക്ഷയില്ല, അങ്ങനെ നന്നായിരുന്നു. ചങ്കം ജംഗിള്. ചങ്കം ചെങ്കളേന്ന്. ചുന്ദരി ചുന്ദരി എന്ന് പാടിയില്ലേ? ചങ്കം ചങ്കളെ. ചങ്ക്. അത് ചങ്കായിരുന്നു ധനക്കുട്ടി. ചുന്ദരി എന്ന് പാടിയത്. താങ്ക് യു ചങ്കം. ആ ഓരോ പ്രാവശ്യം ചുന്ദരി എന്ന് പാടുമ്പോഴൊരു എക്സ്പ്രഷൻ ഉണ്ട്. ചുന്ദരി. സുന്ദരി. ചുന്ദരി. ഇങ്ങനെ 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 ഇങ്ങനെ. നമ്മുടെ മക്കളാണെങ്കിൽ അതിനിടയിൽ ചില ഡാൻസ് കോമ്പോസിഷൻസ് ഉണ്ടല്ലോ. അതിലെന്താ വെച്ചാ ഇങ്ങനെ മുറ്റം തൂക്കുന്നു. അതെങ്ങനെയായിരുന്നു മുറ്റം തൂക്കുന്നത്? എങ്ങനെയായിരുന്നു? സ്റ്റെപ്പിന്റെ ഒന്നും പറഞ്ഞിട്ട് ഇഷ്ടപ്പെടൂല. അതാ ടീച്ചർ, ഡാൻസ് ടീച്ചർ. പിന്നെ ഇങ്ങനെ എടുത്തെടുക്കുന്നു. അതെങ്ങനെയാണ്? ഇങ്ങനെ 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 ഒരാളുണ്ടായിരുന്നു. അത് തന്നെ അത് തന്നെ അത് തന്നെ. ഈ സ്റ്റെപ്പൊക്കെ MJ ഞങ്ങള് പുഷ്പം പോലെ ചെയ്യും. ഇതൊക്കെ സ്റ്റേജിൽ പുഷ്പം പോലെ ഇവിടെ ഇരുന്ന് സ്റ്റെപ്പ് ചെയ്യാൻ പറ്റും. ഇരുന്നിട്ട് പുഷ്പം പോലെ. ഒരു ദിവസം ഇവിടെ ചെയ്യും ഞാൻ. നോക്കൂ. എങ്കിൽ ഇപ്പൊ തന്നെ ചെയ്യൂ.
ഇപ്പൊ ഇല്ല പഠിച്ച് പ്രിപ്പയർ ചെയ്ത് പ്രാക്ടീസ് ചെയ്തിട്ട് എം ജെ സാർ സമയം വേണം. പിന്നെ അറിയാന്ന് പറഞ്ഞു. ധനുക്കുട്ടി ഇതൊന്നും പഠിക്കാനാണ് ഇവിടെ വന്നേ? ആ പാട്ട് പാടി. പഠിച്ചിട്ടില്ലേ വന്നേ? അതുപോലെ അങ്ങളും പഠിക്കണം. കുറച്ച് സമയം വേണം. അങ്ങള് പഠിച്ചിട്ടല്ലേ വന്നത്, പിന്നെ എങ്ങനെയാ? ഞാൻ ഡാൻസ് ഒന്നും പഠിച്ചിട്ടില്ല. ദേ ഇപ്പൊ കണ്ടപ്പോ ഇഷ്ടമായി. കണ്ടപ്പോ ഇഷ്ടമായി. അത് അതാണ് പഠിച്ചിട്ട് ഇനി വന്ന് പഠിച്ചിട്ട് വന്ന് കാണിക്കും. ഓക്കെ. ആ അങ്ങള് പഠിച്ചിട്ട് വന്നിട്ട് ഒരു ഭരതനാട്യം ഇവിടെ നോക്കുന്നുണ്ട്. ആ വാവ്. ഓക്കെ എങ്കിൽ ഞാന് ജഡ്ജസിന്റെ സീറ്റിൽ എന്താ ഞങ്ങൾ കണ്ടോണ്ടിരിക്കും. എന്നിട്ട് മാർക്ക് തരുമോ? ആ ഇന്ന് എന്തായാലും ധനുക്കുട്ടിക്ക് 100 അല്ലേ? കോടി പിന്നെ കോടി ഞങ്ങളുടെ കോടി 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 ഉണ്ടാണോ? 1 കോടി തരും. 1 കോടി മാർക്ക് തരും എം ജെ സാറിന് ഡാൻസിന്. വീട്ടിൽ കുറെ കോടി മുണ്ടൊക്കെ ഇരിപ്പുണ്ട്. ഇങ്ങനെ കിട്ടിയതാണോ അത്? പൈസ കോടിയാണ് ഉദ്ദേശിച്ചത്. ഓ, പൈസ കോടി. പൈസ കോടി. അത്ര കോടി. ഇപ്പൊ അപ്പൊ ഈ ഞാൻ പിന്നെ പാട്ടിന് കോടീശ്വരനാവല്ലോ. ഓ ആ. അതെ, ആ ഈ പാട്ട് ഇഷ്ടപ്പെട്ടോ വലിയ ഇപ്പൊ? ഗോൾഡൻ കോർക്ക് വാങ്ങിക്കാലോ. ഇടയ്ക്ക് ഒരു ഗ്ലൂം വന്നായിരുന്നോ പാട്ടില്? ആ, അതെങ്ങനെയാണ്? എങ്ങനെ ഗ്ലൂം വാസന്യൻ താത്തയാ. അതെന്ത് പറ്റി? ശ്വാസം മുട്ടി എന്തേ? ആ, എനിക്ക് എങ്ങനെ അറിയാം? ആ മുട്ടി. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഗ്ലൂം കുട്ടി പാടിയത്? ഇഷ്ടപ്പെട്ടോ? നിങ്ങക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടോ? എല്ലാരും കൈയടിച്ച് പാസ്സാക്കിയേ. ആ അല്ലേ ആര്യ, നമുക്ക് കൈയടിച്ച് പാസ്സാക്കി. ചേച്ചിമാരടുത്ത് പറഞ്ഞപ്പോ മീനൂട്ടി ചേച്ചി കൈയടിച്ചു. അത് ഇഷ്ടപ്പെട്ട ആർക്കും കൈയടിക്കും. അതും ചേച്ചിയല്ലേ ഇഷ്ടപ്പെട്ട എല്ലാവർക്കും കൈയടിക്കാം. ഞാനും കൈയടിച്ചു. ഇഷ്ടപ്പെട്ടോ? പിന്നെ ഈ വെളുത്ത മാമ എന്ന് പറഞ്ഞ ആരാ? നല്ല മുഖമൊക്കെ നല്ല വെളുത്ത മാമൻ. ഈ അമ്പിളി അമ്മാവനില്ലേ? അമ്പിളി അമ്മാവൻ ഉം. നോക്കാറുണ്ടോ? അപ്പൊ നല്ല പൗർണമി വരുമ്പത്തേക്ക് എങ്ങനെയായിരിക്കും? വെളുത്ത മാമനായിരിക്കും. ആ, അത് കഴിഞ്ഞിട്ട് രാവിലെ ആവുമ്പോ ആ. വലിയ മാമൻ. വലിയ മാമൻ രാവിലെ ആവുമ്പോ വലിയ- അപ്പം നമ്മളെ വെളുത്ത മാമൻ ആരാന്ന് വെച്ചാൽ രാത്രിയിലത്തെ നക്ഷത്രമൊക്കെ അപ്പൊ കാണുമല്ലോ, അപ്പൊ അതും വെളുത്ത മാമനാ. അപ്പൊ അതൊക്കെയാണ് ഈ മാമന്മാരെ കഥ. മനസ്സിലായല്ലോ എല്ലാവർക്കും? ഭയങ്കര കഥകളാണ്. ധനുശ്രീകുട്ടി, എനിക്ക് ഇഷ്ടപ്പെട്ട വരി ഏതാ മനസ്സിലായോ ഇന്ന് പാടിയതില്? ആ, ഏതായിരിക്കും? ചുന്ദരി എനിക്ക് ഇഷ്ടപ്പെട്ടു. ചുന്ദരി ഇഷ്ടപ്പെട്ടു. അത് കൂടാതെ എനിക്ക് വേറൊരു വരി ഇഷ്ടപ്പെട്ടു. അതേതാത്? അല കൊടിച്ചൊരു കുടില് വെച്ചിട്ട് എങ്ങനെയായിരുന്നു അത്? അരകൊടിച്ചൊടി കൊടിയിൽ വച്ചൊടു മേലെ മേലെ ആ മേലെ മേലെ. അത് കറക്റ്റ് ആയിരുന്നു. അത് അടിപൊളിയായിരുന്നു. അതാ എങ്ങനെയാ എം ജെ അങ്കിള് മാത്രം എങ്ങനെയാ ചങ്കായത്? അപ്പൊ ഞാൻ ചങ്കല്ലേ? ചങ്കാരി ചേച്ചി. അത് വിളിക്കുന്നതിന് നല്ല ചങ്കാണ്. ആ, എന്നെ ചങ്ക് തനുക്കുട്ടി വിളിച്ചില്ലല്ലോ, അതുകൊണ്ടല്ലേ. ആ ചങ്ക് ധനുക്കുട്ടിയാണല്ലോ എന്റെ. എനിക്ക് ചങ്ക അരച്ചേച്ചി. ആ അപ്പൊ എല്ലാവർക്കും ഉണ്ട് കേട്ടോ. ഉണ്ണിയങ്ങൾ അവിടെ വിഷമിച്ചിരിക്കുന്ന ഭയങ്കര വിഷമത്തില ധനുക്കുട്ടി. ഇന്നത്തെ പാട്ട് മാത്രല്ല, ആ സീന് കംപ്ലീറ്റ് ഒരു സിനിമ കാണുന്ന മാതിരിയായിരുന്നു. അതുകൊണ്ട് അതിങ്ങനെ രസിച്ചിരുന്നിട്ട് എല്ലാം മറന്നുപോയി. അതുകൊണ്ടാ അതെന്തിനാ മൂക്കൊണ്ട് പാടിയത്? കുറച്ചൊരു മൂക്ക് കൊടുത്തിട്ടല്ലേ പാടിയെന്ന്, നെയ്സലായിട്ട് അല്ലേ? അത് എം ജെ അങ്കിൾ പറഞ്ഞില്ലേ ഇങ്ങനെ പാടിയെന്ന് അല്ലേ? ഇല്ലേ? ഇല്ല, രണ്ടാമത് പാടിയപ്പോ കറക്റ്റായി പാടി. പക്ഷേ രസമുണ്ടായിരുന്നു കേട്ടോ. ത്രൂ ഔട്ട് ദ സോങ് നല്ല ഭംഗിയായി ചിരിച്ചു പാടി. അതിനൊരു സ്പെഷ്യൽ സല്യൂട്ട്. ഞാൻ വിചാരിച്ചു ധനുശ്രീകുട്ടിയും ഡാൻസ് ചെയ്യുമെന്ന് വിചാരിച്ചു. ഒരു 2 സ്റ്റെപ്പ് ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷെ എല്ലാ ഡാൻസേഴ്സും നന്നായി ചെയ്തു, നല്ല ഗ്രേസ്ഫുൾ ആയിട്ട് ചെയ്തു. അതെ, ഭയങ്കര രസമായിരുന്നു കേട്ടോ. ആ ഒന്ന് കാണിക്കോ? കാണിച്ചോ? യെസ്. ഇങ്ങനെ ഒരു സാധനം ചെയ്തില്ലേ? ആ അതെങ്ങനെയായിരുന്നു? അത് തന്നെ പിടുക്കി കേട്ടോ. രണ്ടെണ്ണം അതിന്റെ മറ്റേ ഇങ്ങനെയുള്ളത് പുറകോട്ടേക്ക് പോണേ. ഓക്കെ അല്ലേ? മിടുക്കി. ഹാപ്പി അല്ലേ? വളരെ ഹാപ്പിയാണ്. ഇനി പഠിക്കാനുണ്ട് മാങ്ങ പറി ചെളിക്കുത്ത്. ഇങ്ങനെ പഠിച്ചോണ്ടിരണേ അടുത്ത പ്രാവശ്യം. മാങ്ങ പറിക്കുമ്പോ കുട്ടയിലിട്ടെന്ന് പറയും. അതെങ്ങനെയാണ് ഒന്ന് പഠിപ്പിച്ചു തരാമോ? മാങ്ങ പറി കുട്ടയിൽ. മാങ്ങ പറി കുട്ടയിലിട്ടു, മാങ്ങ പറി കുട്ടയിലിട്ടു. എങ്ങനെയാണോ? അതെ. എം ജെ അങ്കിള് പഠിച്ചു. വേറെ എന്തെങ്കിലും സ്റ്റെപ്പ് ഉണ്ടോ അങ്ങള് പഠിപ്പിക്കാൻ? ഇങ്ങനെയാണോ? ഇരുന്നോണ്ട് ചാടി കളിക്കാൻ പറ്റും. അല്ല, വീട്ടിൽ പോയി പ്രാക്ടീസ് ചെയ്യൂല. അപ്പൊ നിന്ന് ചാടി കളിച്ചാ മതി. ഒരു ദിവസം എത്ര പ്രാവശ്യം പ്രാക്ടീസ് ചെയ്യണം? 5 പ്രാവശ്യം. 5 പ്രാവശ്യം 5 പ്രാവശ്യം പ്രാക്ടീസ് ചെയ്താൽ അടുത്ത പ്രാവശ്യം വരുമ്പോഴത്തേക്ക് പ്രാക്ടീസ് ചെയ്തിട്ട് വന്നിട്ട് ഇവിടെ പരന്നാണ്. അതെ. എന്നിട്ട് ധനുശ്രീ കുട്ടീനെ പോലെ കിടിലനായിട്ട് ഡാൻസ് കളിക്കും എം ജെ സാർ. വേറെന്ത് സംഭവം പഠിച്ചിട്ടുണ്ടല്ലോ? അതെന്തായിരുന്നു? I am here today
It's an example that prove language is never a barrier to music. Language is There's never a barrier to music. Why? ഞാൻ പാടും അപ്പൊ ഏത് പാട്ടാന്ന് പറയണം. Okay. Flowing like a wave, my mind is flowing like a wave. Flowing like a wave, my mind is flowing like a wave. To the magic love your fruit is so sweet. Flowing like a wave, my mind My mind. is flowing like a wave. To the magic love your fruit is so sweet. Flowing like a wave, my mind is flowing like a wave. Flowing like a wave. കഴിഞ്ഞില്ല ഇനിയുണ്ടോ? Standing still like a statue, losing pan. Standing still like a statue, losing pan. Losing on sunset time, chanting Muralidhara my heart. Losing on sunset time, chanting Muralidhara my heart. My mind to the magic love your fruit is so sweet. അലൈപായുതേ കണ്ണായൻ മനമിതവലൈപായുതേ ഉണ്ണാനന്ദ മോഹന വേണുഗാനം അലൈപായുതേ കണ്ണാ ഓർക്കസ്ട്ര അങ്കിൾമാർക്ക് ഒരു കൈയടി കൊടുക്കോ. അങ്ങനെ പോരട്ടെ, നമ്മുടെ ധനുക്കുട്ടിക്കും നമ്മുടെ ഡാൻസ് മക്കൾക്കും ഒരു മധുരം മഴ. എല്ലാരും പോകുഞ്ചോ കുറിഞ്ചി മലയിലോ, ഈനാരും പോകുഞ്ചോ കുറിഞ്ചി മലയിലോ, എന്റെ കൂടെ നീ മാത്രമാ സുന്ദരി വാങ്ങിത്തരാം ശാന്തസിന്ദൂരം. എല്ലാരും പോകുഞ്ചോ കുറിഞ്ചി മലയിലോ. ശരി, ഗുഡ് ഗേൾ. ബൈ ബൈ. ബൈ.